സതീശന് നമുക്ക് വളയ്ക്കാൻ പറ്റില്ല, ഓടിക്കാനേ പറ്റും. ആ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് പല പദവികൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ ക്രമാനുഗതമായിട്ട് അദ്ദേഹത്തിൻ്റെ താരശോഭ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയനും 20 മന്ത്രിമാരും അനവധി MLA-മാരും തൃക്കാക്കരയിൽ ചടഞ്ഞുകൂടി പ്രചരണം നടത്തിയിട്ടും അതൊന്നും ഫലിച്ചില്ല എന്ന് മാത്രമല്ല, PT തോമസ് കിട്ടിയതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഉമാ തോമസിനെ വിജയിപ്പിക്കാൻ സതീശന് സാധിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നിർദ്ദേശ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ അൻവർ റിബലായി മത്സരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ആ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സതീശൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ശാഠ്യത്തിൽ എന്ന് തന്നെ പറയും, ഉറച്ചു. ഒരു പരാതി രേഖാമൂലം കിട്ടുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാൻ, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിക്കാൻ, അങ്ങനെ ആ പാർട്ടിക്ക് അന്യത സംഭവിക്കുമായിരുന്ന ഒരു വലിയ ധാർമ്മികമായ പ്രതിസന്ധി ഒഴിവാക്കാനും സതീശന് സാധിക്കും. 2025 ആണ്ടിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ വാർത്താ താരം ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, അത് VD സതീശനാണ്. 2025 സതീശൻ്റെ വർഷമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. 25 മാത്രമല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ ക്രമാനുഗതമായിട്ട് അദ്ദേഹത്തിൻ്റെ താരശോഭ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വന്നതിന് ശേഷം നിയമസഭയിലും പുറത്തും വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ ഉണ്ടായി. ഓരോ സന്നിഗ്ധ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്തു. എടുത്ത തീരുമാനങ്ങൾ അദ്ദേഹം മുൻകൈ എടുത്ത് നടപ്പാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിൽ നിയമസഭയ്ക്കകത്ത് വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി. അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം നേടിയെടുത്തു. അതിനുശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുണ്ടായി. അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ ഞെട്ടിച്ചു. പിണറായി വിജയനും 20 മന്ത്രിമാരും അനവധി MLA-മാരും തൃക്കാക്കരയിൽ ചടഞ്ഞുകൂടി പ്രചരണം നടത്തിയിട്ടും അതൊന്നും ഫലിച്ചില്ല എന്ന് മാത്രമല്ല, PT തോമസ് കിട്ടിയതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഉമാ തോമസിനെ വിജയിപ്പിക്കാൻ സതീശന് സാധിച്ചു. അതിന് പുറകെയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം ഉണ്ടായത്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മത്സരിച്ചു, ജയിച്ചു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അതിന് വലിയ അത്ഭുതമോ അതിശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 35,000-ലേക്ക് എത്തിച്ചത് ഈ സതീശൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുവ MLA-മാരെയൊക്കെ ഒരു മിടുക്കൊണ്ട് തന്നെയാണ്. അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു. ലീഗുകാർ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ചിലരൊക്കെ ആക്ഷേപം പറഞ്ഞു. പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല. 18 സീറ്റിൽ UDF വിജയിച്ചു, ഒരു സീറ്റിൽ NDA, ഒരു സീറ്റിൽ LDF വിജയിച്ചു. എന്ന് വെച്ചാൽ അത്രയും ഏകപക്ഷീയമായ വിജയമാണ് ഉണ്ടായത്. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശബരിമല പോലെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതെ തന്നെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനും വ്യക്തമായ വിജയം കൈവരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP-ക്കാർ കാടിളക്കി പ്രചരണം നടത്തി. പക്ഷേ അവിടെയും UDF വിജയിച്ചു, ഭൂരിപക്ഷം വർദ്ധിച്ചു. അതിനുശേഷം ആണ് അതിലും വലിയ അഗ്നിപരീക്ഷ ഉണ്ടായത്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി. ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നിർദ്ദേശ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ അൻവർ റിബലായി മത്സരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ആ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സതീശൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ശാഠ്യത്തിൽ എന്ന് തന്നെ പറയാം, ഉറച്ചു നിന്നു. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി. ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതിലുപരി മുസ്ലിം ലീഗിലെ പല ആളുകൾക്കും അദ്ദേഹത്തോട് വിപ്രതിപത്തി ഉണ്ടായിരുന്നു. ഉറച്ച മതേതര നിലപാടുകളുള്ള ആളാണ് ഷൗക്കത്ത് എന്നുള്ളതുകൊണ്ട് തീവ്രവാദികൾക്കും മൗലികവാദികൾക്കും അദ്ദേഹം അഭികാമ്യനായിരുന്നില്ല. മാത്രമല്ല, ഈ ഷൗക്കത്ത് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജയസാധ്യത ഉണ്ടെന്ന് തോന്നിയിട്ട് CPM അതിശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കി, നാട്ടുകാരൻ തന്നെയായ M സ്വരാജ്. ഇത്തരം പ്രതിസന്ധികളുണ്ടായിട്ടും ഒരു ഭാഗത്ത് അൻവർ, ഒരു ഭാഗത്ത് സ്വരാജിന് പിന്തുണയിട്ട് സാംസ്കാരിക നായകർ, കൂടാതെ മുസ്ലിം ലീഗിലെയും കോൺഗ്രസ്സിലെയും ഒരു വിഭാഗം ആളുകളുടെ വിപ്രതിപത്തി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഷൗക്കത്തിനെ
മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ, അത് മാന്യമായ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കാൻ സതീശന് സാധിച്ചു. അതിനുശേഷമാണ് ഏറ്റവും വലിയ അഗ്നിപരീക്ഷ ഉണ്ടായത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായ ഈ ലൈംഗിക ആരോപണം സംബന്ധിച്ച പരാതിയാണ്. ഒരു പരാതി രേഖാമൂലം കിട്ടുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാനും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിക്കാനും അങ്ങനെ ആ പാർട്ടിക്ക് അന്യത സംഭവിക്കുമായിരുന്ന ഒരു വലിയ ധാർമ്മികമായ പ്രതിസന്ധി ഒഴിവാക്കാനും സതീശന് സാധിച്ചു. പക്ഷേ അതിനുശേഷം ഈ ഷാഫി മാഫിയ എന്ന് പറയുന്ന ഒരു പറ്റം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന സൈബർ ഗുണ്ടകൾ സതീശന് നേരെ വളരെ ആഭാസകരമായ പല ആരോപണങ്ങളും ഉന്നയിച്ചു, ആക്ഷേപങ്ങളും ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. അദ്ദേഹം അതൊന്നും ഗൗനിച്ചില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മയായിട്ട് എനിക്ക് തോന്നുന്നത്. വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിന് പ്രതികരിക്കും, മറുപടി പറയുകയും ഒക്കെ ചെയ്ത് വഷളാകുമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവമുള്ളതായിട്ട് പുള്ളി ഭാവിച്ചില്ല. ആരോപണം ഉന്നയിക്കട്ടെ, ഞാനതൊന്നും ഗൗനിക്കുകയില്ല എന്നൊരു നിലപാട് അദ്ദേഹം കൈക്കൂട്ടും. അങ്ങനെ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ ലഭ്യരായി എന്നല്ലാണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു മേന്മയും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുലിനെതിരായിട്ട് സ്ത്രീകളുടെ പരാതി നേരിട്ട് വന്നു. അദ്ദേഹം മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കുറേ ആൾ ഒളിവിൽ പോകുന്ന കണ്ടു. പിന്നെ മുൻകൂർ ജാമ്യം തേടി പോകുന്ന കണ്ടു. അങ്ങനെ അകത്തുമല്ല പുറത്തുമല്ലാതെ ഒരു കാല് വഞ്ചിയിലും ഒരു കാല് പുഴയിലുമായിട്ട് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതിനും പുറമെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവിനാണ് LDF ശ്രമിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടി എന്നൊരു ആക്ഷേപം കൂടി സതീശനെതിരായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഫലവത്തായില്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. 2000 AK ആന്റണിയുടെ നേതൃത്വത്തിലും 2010 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലും കൈവരിച്ചതിനേക്കാളും ഒട്ടും ശോഭ കുറയാത്ത വിജയമാണ് ഇത്തവണ UDF കൈവരിച്ചിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെടുത്ത് നമ്മൾ പറയണമെങ്കിൽ അതിൽ സതീശൻ്റെ പേര് പറയണം. കാരണം അദ്ദേഹമാണ് ഈ ധർമ്മയുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിച്ചത്. അപ്പോൾ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു നേതാവായിട്ട് സതീശൻ വളർന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, പുള്ളി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളതാണ്. സതീശന് നമുക്ക് വളയ്ക്കാൻ പറ്റില്ല, ഒടിക്കാനേ പറ്റുള്ളൂ. ആ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് പല പദവികൾ നഷ്ടപ്പെട്ടു പോയത്. അദ്ദേഹം ഒരുപക്ഷെ 2011 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമാകേണ്ടിയിരുന്ന ആളാണ്. ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു സമുദായ നേതാവിൻ്റെ തള്ളിക്കളയാനാകാത്ത വാക്ക് പ്രകാരമാണ് അന്ന് VS ശിവകുമാറിനെ മന്ത്രിയാക്കിയത്. അദ്ദേഹത്തെ മന്ത്രിയാക്കിയതുകൊണ്ട് ആ UDF സർക്കാരിന് ദുഷ്പേരല്ലാതെ സൽപ്പേരൊന്നും ഉണ്ടായില്ല. ഇദ്ദേഹം കൈവച്ച വകുപ്പുകളൊക്കെ തന്നെ 6 വർഷങ്ങളായിട്ടാണ് കൈകാരിച്ചത്. അപ്പോൾ ഓരോ തവണയും ഉമ്മൻചാണ്ടി പശ്ചാത്തപിച്ചിട്ടുണ്ടാവും, സതീശനെ ഉൾപ്പെടുത്താത്തതിലും അതുപോലെ ശിവകുമാറിനെ ഉൾപ്പെടുത്തിയതിലും. അതെന്തുവാട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാത്ത ഒരു നേതാവ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അത് സതീശനാണ്. ഇനി നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്നോ 5 കൊല്ലം തികച്ചു ഭരിക്കുന്നൊന്നും പ്രവചിക്കാൻ ഞാൻ ആളല്ല. കാരണം ഈ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം കൊണ്ട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെക്കാളും വിരോധികളെയും ശത്രുക്കളെയുമാണ് കൂടുതലായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെന്തൊക്കെ തരത്തിൽ ആഭിചാര പ്രയോഗങ്ങൾ നടത്തും, ക്ഷുദ്രമാണോ, മാരണമാണോ, കൂടോത്രമാണോ, അതോ കുതികാലി വെട്ടാണോ, എന്താണ് പാർട്ടിക്ക് അകത്തുള്ള ശത്രുക്കൾ, അകത്തുള്ള വിരോധികൾ ചെയ്യുക എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും 2025 വാർത്താ താരം ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, ഞാൻ പറയും അത് VD സതീശനാണ്.